ഈ തേർഡ് കേസിൽ നമുക്കറിയാം നമ്മുടെ ഇഫ് ക്ലോസിൻ്റെ കൂടെ നമുക്ക് ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. കറക്റ്റ് ആണ്, ഹാഡ് ഇൻറ്റ് ഹേർഡ് അല്ലേ. ഇനി നമ്മുടെ മെയിൻ ക്ലോസിൽ എന്താണ് വരേണ്ടത്? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. സോ ഡിഡ് നോട്ട് റൈറ്റ് അല്ല, he wouldn't have written. He wouldn't have written this letter. He wouldn't have written this letter if he hadn't heard about the news. Right. വെർബ് റൈറ്റ് ആണെങ്കിൽ നോക്കിക്കോളൂ. റൈറ്റ് ആണ് അതിൻ്റെ പ്രസൻറ്റ് ടെൻസ്, റോട്ട് ആണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്, റിട്ടേൺ ആണ് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, റൈറ്റിംഗ് ആണ് അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. മനസ്സിലായോ? റൈറ്റ് എന്ന് പറയുന്നത് എഴുതുക, റോട്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് എഴുതി എന്നാണ്, റിട്ടേൺ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, റൈറ്റിംഗ് ആണ് അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവർ രണ്ടാമത്തെ കേസാണെങ്കിൽ കോണ്ടെക്സ്റ്റ് ബേസ്